എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച വേദനയും ദുഃഖങ്ങളും ഒക്കെ അവസാനിക്കുകയാണ്. തീർച്ചയായും അതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ താമര പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഹൃദയത്തിൽ ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും ഉണ്ട് അവരുടേതായ ദുഃഖങ്ങൾ. പക്ഷേ കുറച്ച് കാലങ്ങളായി നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന, മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ദുഃഖവും തന്നെയാണ്. ഏത് രീതിയിൽ അതിനെ തരണം ചെയ്യണമെന്നോ നിങ്ങൾക്കൊരാശയം കിട്ടുന്നില്ല, ഒരു ഉപായം കിട്ടുന്നില്ല. ജീവിതത്തിലും മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങൾ, നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, തീർത്താലും തീരാത്ത വെല്ലുവിളികളും നിങ്ങളെ മനസ്സ് വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട്. എങ്ങനെ ഇതിനെല്ലാം തരണം ചെയ്യണം, എങ്ങനെ ഇതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം, ഒരാശയവും നിങ്ങൾക്ക് കിട്ടുന്നില്ല. വലിയ തരത്തിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് ജീവിതം തുടരുകയാണ്. എങ്ങനെ ഇതിനെ തിരിച്ച് നേരിടാം എന്നുള്ള ആശയക്കുഴപ്പം തന്നെ നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾ തരണം ചെയ്തു. പക്ഷേ ഇത് നിങ്ങളെ പിടിച്ചു കുലുക്കുക തന്നെയാണ്. മനസ്സിൽ ഇതേക്കുറിച്ച് ആലോചിച്ച് വലിയ വിഷമമുണ്ട്. നിങ്ങളുടെ ശക്തിയെ, നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി അത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിരന്തരമായ പ്രാർത്ഥനകൾ, നിങ്ങൾ ഏത് വിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനകൾക്ക് ഫലം വരികയാണ്. ആ ശക്തിയുടെ കണ്ണ് തുറന്നിരിക്കുന്നു. നിങ്ങളിനൊന്നും ഭയപ്പെടാനില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇത്രയും കാലമായിട്ട് എനിക്കൊരു ഗുണം കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ വ്യസനിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഗുണം ലഭ്യമാകുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾക്ക് തുടക്കം ഇട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഇനി ഉടൻ ഉണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങളിനൊട്ടും വിഷമിക്കേണ്ട. നിങ്ങളിലേക്ക് അത് എത്തിയിട്ടില്ല. ആ അറിവ്, നിങ്ങളുടെ ശക്തി നിങ്ങളെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ മനസ്സിലാക്കിയെന്നും നിങ്ങൾക്കിനി അധികം കഷ്ടപ്പെടേണ്ടായിരുന്നു, അധികം പ്രതിസന്ധി നിങ്ങളെ ബാധിക്കില്ലെന്നുള്ള സത്യം നിങ്ങളിലേക്ക് എത്തുകയാണ്. ഇതോടുകൂടി എല്ലാ ദുഃഖവും മാറുന്നു. എല്ലാം ആ ശക്തി അറിയുന്നുണ്ട്, എല്ലാം അറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ നടപടികൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ്, അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ്. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫയല് സ്വീകരിച്ച അവരുടെ റീഡിങ്. അവഗണനകളുടെ ഒരു കൂട്ടം തന്നെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. മറ്റുള്ളവർ, പ്രത്യേകിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിലപാടെടുത്തത്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിലകൊണ്ടത്, അവരുടെ ഭാഗത്ത് നിന്നുള്ള അവഗണനകളുണ്ടായി. അവർ നിങ്ങളെ നിഷ്കരണം അവഗണിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോയി, ഒരു രീതിയിലേക്ക് പോയി. അത് നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്തുകൊണ്ട് എന്നെ അവഗണിച്ചു, എന്തുകൊണ്ട് എന്നെ അവഗണിക്കുന്നു, എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് ശരിയാണോ, ഞാൻ ഇത്തരത്തിൽ അവഗണിക്കപ്പെടാനുള്ള വ്യക്തിയായിരുന്നു, എന്നെ അവഗണിക്കരുതായിരുന്നു, അങ്ങനെയുള്ള ചിന്തകളുമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പെരുമാറിയത്. വലിയ അവഗണനകൾ. ആ അവഗണനകൾ എങ്ങനെ സ്വീകരിക്കും അല്ലെങ്കിൽ എങ്ങനെ അനുഭവിക്കും എന്നുള്ളൊരു പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടായി. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തികൾ, നിങ്ങളെ തിരിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട വ്യക്തികൾ, നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അവർക്ക് വേണ്ടി എന്തും ചെയ്യാനും എല്ലാം നിലപാടെടുക്കാനും ശ്രമിച്ച വ്യക്തികൾ, അവർക്ക് വേണ്ടി മാത്രം ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തി. പക്ഷേ അവഗണന വന്നപ്പോൾ നിങ്ങൾക്കതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് വേദന ഉണ്ടായിരുന്നു, ഒരുപാട് ദുഃഖം ഉണ്ടായിരുന്നു. അവഗണനകൾ എങ്ങനെ സഹിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഒരു രൂപവുമില്ല. അവഗണന നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തുമാണ്. ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു, ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അവഗണനകളെ ഇല്ലാതാക്കിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും, എങ്ങനെ അവഗണനയെ മറികടക്കാൻ കഴിയും, അത് നിങ്ങൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അവഗണിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയാകുമ്പോൾ എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും, അത് തന്നെയായിരുന്നു നിങ്ങളുടെ പ്രശ്നം. പക്ഷേ
ആ വ്യക്തിയുടെ മനസ്സ് മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആ വ്യക്തിയുടെ സ്നേഹം മാത്രം മതിയെന്ന് നിങ്ങൾ എന്നെന്നും പറഞ്ഞിരുന്നു. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുകയാണ്. ആ വ്യക്തിയിൽ ഒരു അവഗണനയും ഇനി നിങ്ങൾക്ക് അവശേഷിക്കില്ല. ആ വ്യക്തിക്ക് ഏത് കാര്യത്തിലാണോ നിങ്ങളോട് ഇഷ്ടക്കുറവുണ്ടായത്, ആ വ്യക്തിക്ക് ഏത് കാര്യത്തിലാണ് നിങ്ങളോട് വിയോജിപ്പുണ്ടായത്, ആ കാര്യം ക്ലിയർ ആകുകയാണ്. നിങ്ങൾക്ക് പൂർണ്ണ ശോഭ നൽകുന്ന, ആരുടെയും മനസ്സ് കീഴടക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. അവഗണന ഇനിയില്ല. അംഗീകാരത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ആ പോസിറ്റീവ് എനർജി നിങ്ങളെ ശക്തമായി സഹായിക്കുന്നു. നിങ്ങൾ ഇതുവരെ കണ്ട രീതിയല്ല, നിങ്ങൾ ഇതുവരെ കണ്ട പോലെയല്ല. നിങ്ങളെ ഏറ്റവും നന്നായി ആ വ്യക്തി സ്നേഹിക്കുന്നു, നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ ദുഃഖവും അതോടെ തീരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.